ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL നിന്നൊരു തകർപ്പൻ പോരാട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഹോം ടീം ഗുജറാത്ത് ടൈറ്റൻസ് നേരിടുകയാണ് ദൈവത്തിൻ്റെ പോരാളികളായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ സ്വന്തം മുംബൈ ഇന്ത്യൻസിനെ. ഒരു തകർപ്പൻ പോരാട്ടം തന്നെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി 7:30 മുതൽ നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണാൻ സാധിക്കുക. ഒരു ക്ലാഷ് ഓഫ് ടൈറ്റൻസ് തന്നെയാണ്. IPL കിരീടം ഉയർത്തിയ ടീമുകൾ 5 തവണ IPL കിരീടത്തിൽ മുത്തമിട്ട മുംബൈ ഇന്ത്യൻസും തങ്ങളുടെ അരങ്ങേറ്റ സീസണിൽ തന്നെ IPL കിരീടം സ്വന്തമാക്കിയ ഗുജറാത്ത് ടൈറ്റൻസുമാണ് ഇന്ന് അഹമ്മദാബാദിൽ നേർക്കുനേർ വരാൻ പോകുന്നത്. ആദ്യ മത്സരത്തിൽ പരാജയത്തോടു കൂടി സീസൺ തുടക്കം കുറിച്ച 2 ടീമുകൾ. വിജയ വഴിയിലേക്ക് തിരിച്ചെത്താൻ അല്ലെങ്കിൽ വിന്നിങ് മെൻറ്റാലിറ്റി വീണ്ടെടുക്കാൻ കൊതിക്കുന്ന 2 ടീമുകൾ ഇന്ന് കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും ആവേശം തല്ലുന്ന ഒരു പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. GT vs MI മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 4 വിക്കറ്റിനായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഒരു കിടിലൻ പോരാട്ടത്തിന് ശേഷം കീഴടങ്ങിയത്. അതേസമയം ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ ഒരു ഹെവി ക്ലാഷിൽ അല്ലെങ്കിൽ ഹോം മത്സരത്തിൽ തന്നെ ഒരു കിടിലൻ റൺ ഫീസ്റ്റ് പെയ്തൊഴിഞ്ഞ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനോടായിരുന്നു 11 റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയത്. ഇരു ടീമുകളുടെയും സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വെൽ ബാലൻസ്ഡ് സൈഡ് തന്നെയാണ് ഇരു ടീമുകളും. അതേസമയം GT സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് സ്ട്രോങ് ആയിട്ട് തുടരുന്നുണ്ടെങ്കിൽ പോലും ബൗളിങ്ങിൽ എക്സ്പീരിയൻസ്ഡ് ബോളേഴ്സായിട്ടുള്ള മുഹമ്മദ് സിറാജിൻ്റെ അടക്കം ആ ഒരു ഔട്ട് ഓഫും അവർക്ക് വിനയാകുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലടക്കം കഗീസോ റബാഡയായിരുന്നു അല്പമെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ടി ബൗൾ ചെയ്തത്. സിറാജിൻ്റെ ആ ഒരു ഫോമിലേക്ക് ഉള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ അത് തിരിച്ചു വരേണ്ടത് GT സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മുംബൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇന്ന് അവരുടെ നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. ആദ്യ മത്സരത്തിൽ പാണ്ഡ്യയുടെ അഭാവത്തിൽ സൂര്യകുമാർ യാദവായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത്. ഒരു തകർപ്പൻ പോരാട്ടത്തിൽ എൽ ക്ലാസിക്കോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടായിരുന്നു 4 വിക്കറ്റിൻ്റെ പരാജയം മുംബൈ ഇന്ത്യൻസ് ഏറ്റുവാങ്ങിയത്. ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം റൺമഴ പെയ്തൊഴിയുന്നൊരു പിച്ച് തന്നെയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. സീസണിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ GT പഞ്ചാബിന് നേരിട്ട പോരാട്ടത്തിൽ തന്നെ ഇരു ടീമിലുമായി 20 ഓവർ വീതം 40 ഓവറുകൾ ബോളെറിഞ്ഞപ്പോൾ 450-ൽ പരം റൺസാണ് ആദ്യ മത്സരത്തിൽ തന്നെ ഈ ഒരു പിച്ചിൽ ഇരു ടീമുകളും നേടിയെടുത്തത്. അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒരു ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് 200-ൽ കുറഞ്ഞതൊന്നും അവരുടെ മനസ്സിലുണ്ടായിക്കില്ല. ഇനി ഇരു ടീമുകളും സാധ്യത 11ലേക്ക് വരുവാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുവാണെങ്കിൽ ഒരു അൺചേഞ്ചബിൾ 11 നമുക്ക് പ്രതീക്ഷിക്കാം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ സായി സുദർശനായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. 1 തവണ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ബട്ട്ലർ എത്തിയേക്കും. ഷാരൂഖ് ഖാൻ, രാഹുൽ തവാട്ടിയ, സായി കിഷോർ, അർഷാദ് ഖാൻ, റാഷിദ് ഖാൻ, കഗീസോ റബാഡ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും GTയുടെ സാധ്യത 11. മുംബൈ ഇന്ത്യൻസിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായ ഒരു മാറ്റം വരാൻ പോകുന്നു. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ച് വരവ് തന്നെയായിരിക്കും. രോഹിത്തും റയാൻ റിക്കൾട്ടനുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. 1 തവണ വിൽ ജാക്സൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമൻ ധിർ, ഹാർദിക് പാണ്ഡ്യ, മിച്ചൽ സാൻഡർ, ദീപക് ചഹാർ, ട്രെന്റ് ബോൾട്ട് എന്നിവരടങ്ങുന്ന നിരയിലേക്ക് വിഘ്നേഷ് പുത്തൂർ, മലയാളി താരം കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത മലയാളി താരം വിഘ്നേഷ് പുത്തൂരും തൻ്റെ 11-ൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.